ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിലെ ഇവാലുവേഷൻ 2022 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 8 സോളിഡ്സ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. 2022 കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. എ സ്ക്വയർ പിരമിഡ് ഈസ് കട്ട് ഓപ്പൺ ആൻഡ് ലൈ ഇറ്റ് ഫ്ലാറ്റ് as shown in the figure. ഒരു സമചതുര സ്തൂപിക മുറിച്ച് നിവർത്തി വെച്ച രൂപമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ്? സമചതുര സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം എഴുതുക. ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ പിരമിഡ്. സ്തൂപികയുടെ ചെരിവ് ഉയരം കാണുക. ഇപ്പോൾ നോക്കിയേ, ഈ സ്തൂപികേനെ ഓപ്പൺ ചെയ്ത് വെച്ചതാണല്ലോ. ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് അതിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇനി സ്ലാൻഡ് ഹൈറ്റ് കാണണം. സ്ലാൻഡ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 2AL ആണ്. അതിന് നമുക്ക് L വേണം. ഓക്കെ, L കാണാൻ നമ്മളിവിടെ ഒരു ഹൈറ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം E സ്ക്വയർ ഇസ് ഈക്വൽ ടു L സ്ക്വയർ പ്ലസ് A/2 സ്ക്വയർ. ഈ 13 ആണ്. A 10 ആകുമ്പോൾ 10ൻ്റെ പകുതി 5. 13ൻ്റെ സ്ക്വയർ എത്രയാണ്? 13 × 13 169. 5 × 5 25. ഈ പ്ലസ് 25നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. പ്ലസ് 25 ഇപ്പുറം വരുമ്പോൾ എന്താവും? മൈനസ് 25 ആകും. അപ്പോൾ 169 25 പോകണം, 144 കിട്ടും. L സ്ക്വയർ 144 ആണെന്നുണ്ടെങ്കിൽ L എത്രയായിരിക്കും? റൂട്ട് 144 ആയിരിക്കും. 144ൻ്റെ റൂട്ട് എത്രയാണ്? 12. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് എത്രയാ? 12. Then the base area of a square pyramid is 144 square centimeter and its height is 8 centimeter. ഒരു സമചതുര സ്തൂപികയുടെ പാദപരപ്പളവ് 144 ചതുരശ്ര മീറ്ററും ഉയരം 8 സെൻറ്റിമീറ്ററുമാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ബേസ് എഡ്ജ് ഓഫ് ദ പിരമിഡ്? സ്തൂപികയുടെ ഒരു പാദവക്കിൻ്റെ നീളം എന്താണ്? വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? ചെരിവ് ഉയരം എന്താണ്? ഫൈൻഡ് ദ ലാറ്റർ സർഫസ് ഏരിയ ഓഫ് ദ പിരമിഡ്. പാർശ്വതല പരപ്പളവ് കണക്കാക്കുക. ഫസ്റ്റത്തെ ചോദ്യം, ബേസ് ഏരിയ ഓഫ് ദ സ്ക്വയർ പിരമിഡ്. ബേസ് ഏരിയ തന്നിട്ടുണ്ട്. ബേസ് ഒരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പാദപരപ്പളവ് സ്ക്വയറിൻ്റെ അഥവാ സമചതുരത്തിൻ്റെ പരപ്പളവാണ്. അത് A സ്ക്വയർ. അപ്പോൾ A സ്ക്വയർ 144 ആണെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് റൂട്ട് 144, അത് 12 ആണ്. അപ്പോൾ പാദവക്കിൻ്റെ നീളം കിട്ടിയ എത്രയാ? 12. ഒന്നാമത്തെ ചോദ്യം അതായിരുന്നില്ലേ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബേസ് എഡ്ജ്? പാദവക്കിൻ്റെ നീളം, അതല്ലേ A എന്ന് പറയുന്നത്. അപ്പോൾ അത് 12. ഇനി രണ്ടാമത്തത് സ്ലാൻഡ് ഹൈറ്റ് കാണണം. അതിന് ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇതാ ഹൈറ്റ് 8. ഓക്കെ, ഇനി L സ്ക്വയർ ഇസ് ഈക്വൽ ടു H സ്ക്വയർ പ്ലസ് A/2 ഹോൾ സ്ക്വയറിൽ ഞാൻ കൊടുത്തു. അതിൽ L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. H 8 ആണ്, A 12 ആണ്. അപ്പോൾ A/2 6 വരും. 8 × 8 64, 6 × 6 36. ഇനി 64ക്ക് 36 കൂട്ടണം. 6 4 10ക്ക് 0, ശിഷ്ടം 1 വരും. 6 3 9 1 10, അഥവാ 100 കിട്ടും. L സ്ക്വയർ 100 ആണെന്നുണ്ടെങ്കിൽ L എത്രയാ? റൂട്ട് 100, അഥവാ 10. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായി ചെരിവ് ഉയരം എത്രയാണ്? അത് 10. ഇനി ലാറ്റർ സർഫസ് ഏരിയയാണ് കാണുന്നത്. പാർശ്വതല പരപ്പളവ് അത് 2AL ആണ്. അതെന്താണ്? 2AL ആണ്. A 12 ആണ്, L 10 ആണ്. അപ്പോൾ അത് കൊടുക്കുക. 2 × 12 × L, 2 × 12 24, 24 × 10 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എത്രയാണ് കിട്ടുക? 240 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ലാറ്റർ സർഫസ് ഏരിയയുമായി. അടുത്തത്, ദ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് 10 സെൻറ്റിമീറ്റർ. ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. പാദവക്കിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ഓൾ ഇറ്റ്സ് എഡ്ജസ്. സ്തൂപികയുടെ എല്ലാ വക്കുകളുടെയും ആകെ നീളം കണക്കാക്കുക. വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ്? ചെരിവ് ഉയരം എത്രയാണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്? ഉയരം എത്രയാണ്? ഫൈൻഡ് ഇറ്റ്സ് വോളിയം. വ്യാപ്തം കാണുക. നോക്കിയാൽ ഒരു സമചതുര സ്തൂപികക്ക് 4 ലാറ്ററൽ എഡ്ജുകളും അതേപോലെ തന്നെ 4 പാദവക്കുകളുമാണുള്ളത്. ഓക്കെ, ഇനി പാർശ്വമുഖം ഒരു സ്ക്വയർ പിരമിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പാദവക്കും ലാറ്ററൽ എഡ്ജും
എന്തായിരിക്കും? സെയിം ആയിരിക്കും. അഥവാ ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും പാദവക്കും പാർശ്വവക്കും തുല്യമായിരിക്കും. കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അപ്പോൾ അതിൻ്റെ ബേസ് തന്നെയാണ് നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് വരിക. ആ ബേസ് തന്നെയല്ലേ അതിൻ്റെ എല്ലാ സൈഡിനും ഉണ്ടാവുക. അപ്പോൾ ഓൾ എഡ്ജസ് ആർ ഈക്വൽ, എല്ലാ വക്കുകളും തുല്യമായിരിക്കും. അപ്പോൾ 4a + 4e, നമുക്ക് ഫൈൻഡ് ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വക്കുകളുടെയും തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 4a + 4e, അഥവാ a 10 ആണ്, ഇയും 10 ആണ്. അപ്പോൾ 4 × 10 + 4 × 10, 4 × 10 40 ആണ്. 40 + 40 80 കിട്ടും. അപ്പോൾ ഫസ്റ്റത്തെ ആൻസറായി. ഇനി സ്ലാൻഡ് ഹൈറ്റ് കാണണം. സ്ലാൻഡ് ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? E² = L² + a/2². ഓക്കെ, അതിൽ ഇയും 10 ആണ്, എയും 10 ആണ്. അപ്പോൾ L² + 10ൻ്റെ പകുതി 5, 5ൻ്റെ സ്ക്വയർ = 10ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. 10ൻ്റെ സ്ക്വയർ 100 വരും. ആ 25നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, അപ്പം -25 ആവും. 100ന്ന് 25 പോയി, ബാക്കി 75 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ L = √75 എന്ന് കിട്ടും. ഇനി ഈ √75 എങ്ങനെ 5√3 ആയതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അതതിൽ ടൈപ്പ് ചെയ്തിട്ടില്ല. ഈ √75നെ ഞാൻ എന്താക്കിയെന്നറിയോ? 25 × 3 എന്നാക്കി. എന്താക്കി? 25 × 3. ഓക്കെ, 25 × 3 അല്ലേ 75. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5. 3ക്ക് റൂട്ട് ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ഇത് 5√3 ആയത്. ഓക്കെ, അപ്പോൾ എല്ലായി അതിലെ. ഇനി നമുക്ക് ഹൈറ്റ് കാണണം. ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? h² + a/2² = L². L നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈറ്റ് ആണ് കാണേണ്ടത്. a 10 ആണ്. ഓക്കെ, അപ്പോൾ h² + a 10 ആയതുകൊണ്ട് 10ൻ്റെ പകുതി 5, 5ൻ്റെ സ്ക്വയർ. L² ഞാനിവിടെ കൊടുത്തു കേട്ടോ. L അല്ലേ ഞാൻ ഇവിടെ കൊടുത്തത്. തൊട്ട് മുമ്പ് നമ്മൾ L² 75 എഴുതിയാലോ. ആ 75ൻ്റെ റൂട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ 5√3 ആക്കിയത്. ഓക്കെ, അപ്പോൾ L² 75, 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. ആ 25നെ അപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ 75 - 25, 5ന്ന് 5 പോയാൽ 0, 7ന്ന് 2 പോയാൽ 5, 50. ഈ 50നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 25 × 2 എന്ന് എഴുതാം. 25ൻ്റെ റൂട്ട് 5 ആണ്. അപ്പോൾ 5√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ ബേസ് എഡ്ജ് 10 എന്ന് കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് 5√3 എന്ന് കിട്ടി. ഹൈറ്റ് 5√2 എന്നും കിട്ടി. ഇനി അടുത്തത് ഫൈൻഡ് ഇറ്റ്സ് വോളിയം. എന്താ വോളിയം കാണാൻ ഇക്വേഷൻ? 1/3 a²h. 1/3 a²h. അപ്പോൾ 1/3 × a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാദവക്ക് അത് 10 ആണ്. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 10 × 10 നേരെ പോകേണ്ടതായിരുന്നു അല്ലേ? പോട്ടെ. 1/3 × 10 × 10 5√2. 10 × 10 100 ആണ്. 100 × 5 500 ആണ്. അപ്പോൾ 500√2 എന്ന് വരും. ഓക്കെ, അപ്പോൾ 500/3 × √2. ഇതാണ് വോളിയം. 500/3 × √2. വോളിയത്തിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ. സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ്, മീറ്റർ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ ക്യൂബ്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ 2022 നമുക്ക് മെയിനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. യു സൂൺ ബൈ.